നമസ്കാരം. പ്രമേഹ രോഗത്തിൻ്റെ പരിശോധനകളിൽ സർവ്വസാധാരണമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് FBS, PPBS എന്ന ചുരുക്കനാമങ്ങളിൽ അറിയപ്പെടുന്ന രക്തപരിശോധനകൾ ആണല്ലോ. ഇതിൽ FBS എന്താണെന്ന് ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും ഉത്തരം കിട്ടും. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്നാണ് എന്ന് ആരായാലും പറയും, സംശയമില്ല. എന്നാൽ ഈ PPBS എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. എനിക്കത് നേരിട്ട് അനുഭവമുണ്ട്. ഞാനോ എൻ്റെ സഹപ്രവർത്തകരോ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തിയോട് അവർ ചെയ്യേണ്ട പരിശോധനകളുടെ പേര് പറയുമ്പോൾ ഫാസ്റ്റിങ്ങും PPBSും വേണം എന്ന് പറയും. അപ്പോൾ ഫാസ്റ്റിംഗ് പെട്ടെന്ന് ഗ്രഹിക്കും. ഭക്ഷണമൊന്നും കഴിക്കാതെ ചെയ്യേണ്ട രക്തപരിശോധന, ഷുഗർ നോക്കുന്ന പരിശോധന, അതെല്ലാവർക്കും അറിയാം. PPBS എന്താണെന്ന് അത് ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ എന്നുള്ള സംശയം അവിടെ വരാറുണ്ട്. അത് എന്തിനാണ് ചെയ്യുന്നത്? പിന്നെ അഥവാ ഇനി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്യുന്നവരാണെങ്കിൽ പലരും PPBS ചെയ്യില്ല. സ്ഥിരമായിട്ട് തന്നെ കാണാൻ വരുന്നവരും ഈ ഒരു അബദ്ധം കാണിക്കാറുണ്ട്. എന്താണ് സംഭവം? അവർ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കും, പക്ഷെ PPBS ചെയ്യില്ല. കാരണം എന്താ? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ ആണെങ്കിൽ PPBS അതിനനുസരിച്ചായിരിക്കുമല്ലോ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടുതലാണെങ്കിൽ PPBSും കൂടുതലായിരിക്കുമല്ലോ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറവാണെങ്കിൽ PPBSും കുറവായിരിക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസം തെറ്റാണ്. നമസ്കാരം. ഈ ഒരു വളരെ ചിന്തിപ്പിക്കുന്ന, നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ എന്നാൽ വളരെ ലളിതമായ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ? എന്താണ് PPBS? ഇവയ്ക്ക് തുല്യ പ്രാധാന്യമാണോ? ഇവയ്ക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന വസ്തുതകൾ? ചികിത്സയെ ഇവ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അതിൽ ആദ്യം ഫാസ്റ്റിങ്ങിൻ്റെ കാര്യം പറയാം. ഫാസ്റ്റിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭക്ഷണം കഴിക്കാതെ രാവിലെ നമ്മൾ ഷുഗർ നോക്കുന്ന ഒരു പരിശോധനാ രീതിയാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അപ്പോൾ അവിടെ എൻ്റെ ഒരു എളിയ സംശയമാണ്, ഇതൊന്ന് ആലോചിക്കണേ. രാവിലെ മുതൽ ഇപ്പോൾ എല്ലാവരും പോയിട്ട് രാവിലെ ആണല്ലോ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുന്നത്. അങ്ങനെ ഇരിക്കുക, ഞാൻ നാളെ നോമ്പ് പിടിക്കുക. ഇന്ന് നോമ്പ് പിടിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. രാവിലെ 4-4:30 മണി മുതൽ വൈകുന്നേരം ഏതാണ്ട് 6-6:30 മണിക്കൂർ വരെ ഞാൻ നോമ്പെടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് 14 മണിക്കൂറോളം ഞാൻ ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ കഴിക്കുന്നില്ല. എൻ്റെ ശരീരത്തിലേക്ക് ഒന്നും തന്നെ കയറുന്നില്ല. ഭക്ഷണമായിട്ടോ ആഹാരമായിട്ടോ വെള്ളമായിട്ടോ ഒന്നും തന്നെ, ജലാംശമായിട്ടോ ഒന്നും തന്നെ ശരീരത്തിൽ കയറുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ വൈകുന്നേരം പോയിട്ട് രക്തപരിശോധന നടത്തിയാൽ മതിയാവുമോ? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്താൽ മതിയാവുമോ? അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ കമൻസ് ഞാൻ ക്ഷണിക്കുന്നു. കമൻസിൽ ഞാൻ ഇതിന് ഉത്തരം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഉത്തരം മറ്റൊരു അവസരത്തിൽ പറയാം. ഇവിടെ എനിക്ക് നിങ്ങളുടെ കമൻസ് ആണ് വേണ്ടത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? ആണല്ലോ, വളരെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് തിരിച്ച് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിലേക്ക് വരാം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പരമ്പരാഗതമായി രാവിലെയാണ് ചെയ്യുന്നത്. രാവിലെ ചെയ്യുന്നതിന് ഡയബറ്റിക്സിൽ പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എങ്ങനെയാണ് ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നത്? തലേന്ന് നിങ്ങൾ ഫുഡ് കഴിക്കുന്നു, എന്നിട്ട് ഏതാണ്ട് 8 മുതൽ 10 മണിക്കൂർ വരെ നിങ്ങൾ ജലപാനം ഒന്നും കഴിക്കുന്നില്ല. ശരിയല്ലേ? അപ്പോൾ ഇവിടെ വെള്ളം കുടിക്കാവോ? തീർച്ചയായിട്ടും കുടിക്കാം. കാരണം ഫാസ്റ്റിംഗ് എന്നുള്ള എൻ്റെ നിർവചനം, ഡെഫിനിഷൻ മറ്റൊന്നുമല്ല, നോ കാലറിക് ഇൻടേക്ക് ഫോർ അറ്റ്ലീസ്റ്റ് 8 to 10 hours എന്നാണ് പറയുന്നത്. അപ്പോൾ കാലറിക് ഇൻടേക്ക് ആണ് പാടില്ലാത്ത, കലോറീസ് അടങ്ങിയിട്ടുള്ള, ഊർജം ലഭ്യമാകാൻ സാധ്യതയുള്ള ഒരു വസ്തു നമ്മൾ കഴിക്കുന്നതിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ വസ്തു ഉള്ളത് പച്ചവെള്ളമാണ്. അപ്പോൾ പച്ചവെള്ളം നിങ്ങൾക്ക് കുടിക്കാം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുന്നതിന് മുമ്പ്. എന്നിട്ട് അപ്പോൾ തലേന്ന് നിങ്ങളൊരു 9 മണിക്ക്, ശരാശരി വീടുകളിൽ 8-നും 9-നും ഇടയ്ക്കാണല്ലോ അത്താഴം കഴിയുന്നത്. അപ്പോൾ 9 മണിക്ക് നിങ്ങൾ അത്താഴം കഴിച്ച് തീർത്തു എങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം രാവിലെ ഏതാണ്ട് 7 മണിയോടെ, അല്ലെങ്കിൽ 6 മുതൽ 7 മണി, രാവിലെ 6-നും 7-നും ഇടയിൽ പോയിട്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിന് സാമ്പിൾ കൊടുക്കാം. അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനെ നിങ്ങൾ സാമ്പിൾ എടുത്തു. അപ്പോൾ സാമ്പിൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഗ്ലൂക്കോമീറ്ററിലല്ല, ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ശാസ്ത്രീയ നാമം. എന്ന് വെച്ചാൽ പ്ലാസ്മ സാമ്പിൾ തന്നെ എടുക്കുന്നത്. പ്ലാസ്മ എന്ന് പറയുന്നത് ഞരമ്പ് കുത്തിയിട്ട് ആ ബ്ലഡ് വേർതിരിച്ചെടുത്ത്, ആ ബ്ലഡിലെ ഘടകമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഹോൾ ബ്ലഡിൻ്റെ ഘടകമാണ് പ്ലാസ്മ, പിന്നെ അതിൻ്റെ സെൽസും.
ഓക്കെ. അപ്പോൾ ബേസിക്കലി എന്താണ് ഇതിൽ ചെയ്യുന്നത്? സീറം പിന്നെ സെൽസ് എന്ന് പറഞ്ഞ രണ്ട് വകഭേദങ്ങളുണ്ട്, രണ്ട് ഘടകങ്ങളുണ്ട് ബ്ലഡിൽ. അതിൽ സീറം എന്ന് പറയുന്ന ഘടകത്തിൽ നിന്ന് പ്രോട്ടീൻസ് വേർതിരിച്ചെടുത്തിട്ടാണ് ഈ പ്ലാസ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓർമ്മ. സോ ബേസിക്കലി സെൻട്രിഫ്യൂജ് ചെയ്തതിന് ശേഷം മാത്രമേ പ്ലാസ്മ വരുള്ളൂ. ആ പ്ലാസ്മ വീനസ് ബ്ലഡിൽ ഉള്ള ഫാസ്റ്റിംഗ് സാമ്പിൾ, അതാണ് നമുക്ക് വേണ്ടത്. അതാണ് ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ FBS എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണ്? എന്തിനാണ് ഫാസ്റ്റിംഗ് എടുക്കുന്നത്? നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാത്ത സമയത്ത് പോലും നിങ്ങളുടെ ശരീരം ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതറിയാലോ. ഇപ്പം ഞാൻ ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്നു, എന്താ എൻ്റെ ബ്ലഡ് ഷുഗർ ക്രാഷ് ചെയ്യുമോ? തീരെ കുറഞ്ഞു പോകുമോ? ഇല്ല. ഞാൻ വേറെ പ്രത്യേകിച്ച് ശാരീരികമായി അധ്വാനിച്ചില്ലെങ്കിൽ എൻ്റെ ബ്ലഡ് ഷുഗറൊക്കെ നോർമലാണ്. ഞാൻ ചുമ്മാ ഒരു സ്ഥലത്ത് കിടക്കുക, ഞാൻ വെള്ളവും ഭക്ഷണം ഒന്നും തന്നെ കഴിക്കുന്നില്ല, എങ്കിലും എൻ്റെ ബ്ലഡ് ഷുഗേഴ്സ് ശരീരം നിലനിർത്തിക്കൊണ്ടുപോകും. എന്താ കാരണം? ശരീരം തന്നെ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൻ്റെതായ പല പല പ്രക്രിയകളിലൂടെ ശരീരം തന്നെ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഗ്ലൂക്കോസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അതിനാണ് ബേസൽ ഇൻസുലിൻ സെക്രീഷൻ എന്ന് പറയുന്നത്. ഒന്നും ഭക്ഷിക്കാതെ തന്നെ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഇൻസുലിൻ ഉൽപ്പാദനം കൃത്യമായ രീതിയിലാണോ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്യുന്നത്. അത്ര മനസ്സിലായോ? അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനെ കുറിച്ച് വ്യക്തമായി എന്ന് കരുതുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? സാധാരണ കഴിക്കുന്ന ഭക്ഷണം സാധാരണ കഴിക്കുന്ന അളവിൽ, സാധാരണ കഴിക്കുന്ന സമയത്ത് തന്നെ, സാധാരണ കഴിക്കുന്ന സ്പീഡിൽ, അത്രയും വേഗതയിൽ തന്നെ, എത്ര വേഗതയിലാണോ നിങ്ങൾ കഴിക്കുന്നത് അത് തന്നെ കഴിക്കുന്നു. നിങ്ങൾ കഴിച്ചു തുടങ്ങുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസ്പോൺസ് തുടങ്ങും. ആണോ? നോർമലി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഗ്ലൂക്കോസ് ഉണ്ട്. ആ ഗ്ലൂക്കോസ് ഇപ്പോൾ കോശങ്ങളിലേക്ക് എത്തും. അതായത് രക്തചംക്രമണത്തിലൂടെ യാത്ര ചെയ്ത് ഓരോ കോശത്തിലേക്ക് എത്തുമെന്നും ആ കോശത്തിലേക്ക് അത് കയറണമെങ്കിൽ ഇൻസുലിൻ വേണമെന്നും നമ്മുടെ ശരീരത്തിന് അറിയാം. അപ്പോൾ ശരീരം എന്ത് ചെയ്യും? ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂട്ടും. ഭക്ഷണം വരുന്നതിൻ്റെ ആ ഒരു പ്രതീക്ഷയിൽ. ദാറ്റ് ഈസ് ദ നോർമൽ പോസ്റ്റ് പ്രാൻഡിയൽ ഇൻസുലിൻ റെസ്പോൺസ് എന്ന് വെച്ചാൽ ഭക്ഷണത്തോട് ശരീരം പ്രതികരിക്കുന്നത്. അതിൻ്റെ പീക്ക് എഫക്റ്റ് വരുന്ന ഏതാണ്ട് 1.5 മുതൽ 2 മണിക്കൂർ വരെയാണ്. ഭക്ഷണം കഴിച്ചു തുടങ്ങിയതിൻ്റെ 1.5 മുതൽ 2 മണിക്കൂർ വരെ ഇടയിലാണത് പീക്ക് എഫക്റ്റ് വരുന്നത്. ആ പീക്ക് എഫക്റ്റ് വരുന്നതിന് വേണ്ടിയാണ് ഈ 1.5 മുതൽ 2 മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് പ്രാൻഡിയൽ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതികരണശേഷി, ഭക്ഷണത്തോടുള്ള പ്രതികരണശേഷി എത്രത്തോളം ഉണ്ടോ എന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് പോസ്റ്റ് പ്രാൻഡിയൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഫാസ്റ്റിങ്ങും പോസ്റ്റ് പ്രാൻഡിയലും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ രണ്ടും ഒരുമിച്ച് വേണോ വേണ്ടയോ? ഒരേ ദിവസം തന്നെ ചെയ്യുകയും വേണോ? വേണം. പ്ലാസ്മ സാമ്പിൾ തന്നെ എടുക്കുകയും വേണോ? തീർച്ചയായിട്ടും വേണം. അല്ലാണ്ട് ഫാസ്റ്റിംഗ് ലാബിൽ ചെയ്യും, എന്നിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ എന്തായാലും ഗ്ലൂക്കോമീറ്ററിൽ നോക്കും. അത് ഭക്ഷണത്തിന് ശേഷമുള്ളതാണെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. കാരണം സാമ്പിൾസ് എടുത്തിരിക്കുന്ന രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ്. അതാരെയും ചെയ്യാൻ പറ്റില്ല നമുക്ക്. സോ പ്ലീസ് റിമെമ്പർ, ഇനി മുതൽ നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ രോഗനിർണയത്തിന് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ കൂടെ തന്നെ അതേ ദിവസം സാധിക്കുമെങ്കിൽ അതേ ലാബിൽ രാവിലെ തന്നെ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ പോസ്റ്റ് പ്രാൻഡിയൽ പ്ലാസ്മ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന പല ഇറ്റ് ഇസ് പോസ്റ്റ് പ്രാൻഡിയൽ PP, മറ്റൊന്നല്ല. PP എന്ന് പറയുമ്പോൾ ആഹാരത്തിന് ശേഷമുള്ള. വേറെ കൃത്യമായി ഒരു സമയം അവിടെ കൊടുത്തില്ലെങ്കിൽ 2 hour PPBS ആണ് നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്നത്. അതായത് ആഹാരം കഴിച്ച് തുടങ്ങിയതിൻ്റെ 2 മണിക്കൂർ മുതൽ. അപ്പോൾ അവിടെ വേറൊരു സംശയം വരും, നമ്മൾ ഗുളികകളെല്ലാം, മരുന്നുകളെല്ലാം, ഇൻസുലിൻ ഉൾപ്പെടെ എല്ലാം എടുക്കണമെന്നുള്ളത്. തീർച്ചയായിട്ടും എടുക്കണം, ഒരു സംശയമില്ല. കാരണം ഈ മരുന്നുകളുടെ ഫലപ്രാപ്തി, എത്രത്തോളം ഈ മരുന്നുകൾ ഫലിക്കുന്നുണ്ട്, എത്രത്തോളം നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണം നിങ്ങൾ ഈ പരിശോധനകൾ ചെയ്യാൻ. ലോജിക്ക് മനസ്സിലായോ? നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളിൽ മരുന്ന് നിർത്തുന്നു, തലേന്ന് വരെ മരുന്ന് എടുത്തു, ടെസ്റ്റ് ചെയ്യുന്ന ദിവസം മരുന്ന് നിർത്തുന്നു, എന്ത് സംഭവിക്കും? നിങ്ങളുടെ ബ്ലഡ് ഷുഗർ എന്തായാലും കൂടും, സംശയമില്ലല്ലോ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട്, ആ റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ് സാധ്യമാവുമോ? സാധ്യമാവില്ല. അതിനാൽ ഓർമ്മ വയ്ക്കുക, നിങ്ങൾ പരിശോധനയ്ക്ക് പോകുന്ന ദിവസം മാത്രമല്ല അതിൻ്റെ മുമ്പും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ കൃത്യമായ അളവിൽ തന്നെ, കൃത്യമായ സമയത്ത് തന്നെ കഴിക്കണം. പരിശോധനകൾ കാരണം മരുന്നുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഹാര രീതികളിലോ, അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഡോക്ടർ തന്നെ ചൊറിയും ഷുഗർ കൂടുതലാണെങ്കിൽ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇന്ന് കഴിക്കുന്ന ഭക്ഷണം കുറയ്ക്കാം, അല്ലെങ്കിൽ ഇൻസുലിൻ 2 യൂണിറ്റ് കൂട്ടിയെടുക്കാം. അങ്ങനെയൊക്കെ കലാപരിപാടികൾ ചെയ്യുന്നവർ പലരും ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. ബിക്കോസ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ ചികിത്സിക്കാൻ പോണത്. എനിക്കറിയില്ല നിങ്ങളന്ന് ഭക്ഷണം വല്ലാണ്ട് വെട്ടിക്കുറച്ചു, അല്ലെങ്കിൽ 2 യൂണിറ്റ് ഇൻസുലിൻ കൂട്ടിയെടുത്തു, അല്ലെങ്കിൽ 2 ടാബ്ലറ്റ് എക്സ്ട്രാ, ഇരിക്കട്ടെ 2 ടാബ്ലറ്റ് എക്സ്ട്രാ കഴിച്ചാൽ എൻ്റെ ബ്ലഡ് ഷുഗർ കുറയും. എന്നെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്, എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾക്കല്ലേ അതിൻ്റെ ദോഷം ഉണ്ടാകുന്നത്. അതിനാൽ ശ്രദ്ധിക്കുക, നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ അതേ ഡോസിൽ തന്നെ, അതേ സമയത്ത് തന്നെ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും അതേ സമയത്ത് തന്നെ, അതേ അളവിൽ തന്നെ, അതേ രീതിയിൽ തന്നെ നിങ്ങൾ കഴിക്കുക. എക്സസൈസ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തുടരണം. യു ഹാവ് ടു കണ്ടിന്യൂ യുവർ എക്സസൈസസ്. അന്ന് എക്സ്ട്രാ എക്സസൈസസ് ചെയ്യാൻ പാടില്ല. ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ഞാൻ 2 കിലോമീറ്റർ കൂടുതൽ ഓടട്ടെ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടുതൽ സൈക്കിൾ ചെയ്യട്ടെ. നോ, നെവർ ഡു ദാറ്റ്. അന്നത്തെ ദിവസം മാത്രം അങ്ങനെ ചെയ്താൽ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടായിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. നമുക്കത് ബുദ്ധിമുട്ടാവും, നിങ്ങൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന കാര്യമാണ്. സോ പെട്ടെന്ന് ജീവിതചര്യകളിലോ ജീവിതശൈലികളിലോ മരുന്നുകളിലോ ആഹാരത്തിലോ ഉറക്കത്തിലോ ഒന്നിലും മാറ്റം വരുത്താൻ പാടില്ല. പരിശോധനകൾ ചെയ്യുന്നത് ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസിൻ്റെയും പോസ്റ്റ് പ്രാൻഡിയൽ പ്ലാസ്മ ഗ്ലൂക്കോസിൻ്റെയും അടിസ്ഥാനത്തിൽ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നും ഇതിൻ്റെ പ്രാധാന്യവും നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ചോദിച്ച ചോദ്യം അത് മറക്കണ്ട, ആ ചോദ്യം ആവർത്തിക്കാം. 8 മുതൽ 10 മണിക്കൂർ വരെയാണ് ഫാസ്റ്റിംഗ് ചെയ്തിട്ട് ബ്ലഡ് എടുക്കാൻ പറയുന്നത് അല്ലേ, രാവിലെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനെ ഇരിക്കുക, ഞാൻ ഇന്ന് തീരുമാനിക്കുക, ഞാൻ നാളെ മുതൽ എന്തായാലും നോമ്പെടുക്കുകയാണ്. രാവിലെ 4-4:30 മണി മുതൽ വൈകുന്നേരം 6:30 മണി വരെ എന്ന് വെച്ചാൽ ഏതാണ്ട് 14 മണിക്കൂറോളം ഞാൻ നോമ്പെടുക്കാൻ പോവാം. 14 മണിക്കൂർ നോമ്പെടുക്കുന്ന എനിക്ക് വൈകുന്നേരം പോയിട്ട്, ഈ രാവിലെയൊക്കെ ലാബിൽ പോകുന്ന ഭയങ്കര അസൗകര്യമില്ല, ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഞാൻ വൈകുന്നേരം പോയിട്ട് എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കാൻ തയ്യാറാവുകയാണ്. ശരിയാണോ അല്ലയോ അത്ര അറിഞ്ഞാൽ മതി. അതിൻ്റെ കാരണം കൂടി പറഞ്ഞാൽ നന്നായിരിക്കും. ആൻഡ് ഒരു ഓഫറും കൂടി തരട്ടെ. ഓഫറല്ല, അതിനൊരു ബോണസ്. അത് ചെയ്യുന്ന ആൾക്കൊരു സ്പെഷ്യൽ സമ്മാനം. സീരിയസ്, തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട്. കൃത്യമായി ഇതിനെ വിശദീകരിക്കുന്ന, ആൻഡ് പ്ലീസ് കഥകൾ എഴുതരുത്, വളരെ സംക്ഷിപ്തമായി. എനിക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ്ട് വയ്യ. ഐ ഹാവ് ടു ബി ഡീറ്റെയിൽഡ്. ബട്ട് വെനെവർ യു ഗീവ് കമൻറ്റ്സ്, ബിക്കോസ് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്, എല്ലാം നമുക്ക് വായിച്ച് തീർക്കാനൊന്നും സാധ്യമല്ല. അതുകൊണ്ട് ചുരുക്കി എഴുതാൻ ശ്രമിക്കുക. ഓൺലി ടു ദ പോയിന്റ്, 1, 2, 3, 4 പോയിന്റ്സ്. എന്തുകൊണ്ട് ഇത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്. ഈ ഒരു രീതിയിൽ ഞാൻ പകൽ മുഴുവൻ പട്ടിണി കിടന്നിട്ട് വൈകുന്നേരം പോയിട്ട് ബ്ലഡ് ഷുഗർ നോക്കുന്നത് ശരിയാണോ, അത് സ്വീകാര്യമാണോ അല്ല. സ്വീകാര്യമാണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട്, അതും വേണേ. യെസ് ഓർ നോ ആൻസേഴ്സ് സ്വീകാര്യമല്ല. നന്ദി, നമസ്കാരം.